ചേട്ടാ, അച്ഛനും മകനും ഒരുമിച്ച് ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്ന സംഭവങ്ങൾ വളരെ അപൂർവമാണ്. എന്നാൽ തൃശ്ശൂർ ജില്ലയിലെ മണലൂരിൽ 2014 ഏപ്രിൽ 1 ഇത്തരത്തിലൊരു സംഭവം നടന്നു. റോഡിലൂടെ നടന്നു വരികയായിരുന്ന രണ്ട് യുവാക്കളെ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ, പരസ്പര വൈരത്തിൻ്റെ പേരിൽ അച്ഛനും മകനും ചേർന്ന് കൊലപ്പെടുത്തി. അരിവാൾ ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. ആ കേസിൽ വിധി വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആ കേസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഈ അടുത്ത കാലത്ത് വന്നതിലെ ഏറ്റവും കടുത്ത ശിക്ഷ കോടതി വിധിച്ച ഒരു കേസാണ്. ഈ കേസിൻ്റെ വിധി തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജ് TK മിനിമോളാണ് പറഞ്ഞത്. ഈ കേസിലെ വിധിയുടെ പ്രത്യേകത, ഇതിൽ ഒരു ജീവപര്യന്തം, കൊലപാതകത്തിന് ജീവപര്യന്തം, അതുപോലെ തന്നെ 5 ലക്ഷം രൂപ, ഇത് രണ്ടുമാണ് കൊലപാതകത്തിന് വിധിച്ചിരിക്കുന്നത്. പിന്നെ അക്രമ സംഭവങ്ങൾക്ക് അതിന് 5 വർഷം തടവും 2 ലക്ഷം രൂപയുമാണ് അക്രമ സംഭവത്തിന് വിധിച്ചിരിക്കുന്നത്. മറ്റ് വകുപ്പുകൾക്കായിട്ട് 50,000 രൂപയും 10 മാസം തടവും പ്രതികൾക്ക് വിധിച്ചിട്ടുണ്ട്. ഇനി കോടതി വിധിയിലെ മറ്റേ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യം ഈ 10 മാസത്തെ തടവ് ഇവർ അനുഭവിക്കണം. ഈ 10 മാസത്തെ തടവ് കംപ്ലീറ്റ് ആയതിനു ശേഷം 5 വർഷത്തെ തടവ് അനുഭവിക്കണം. ഇതും കംപ്ലീറ്റ് ആയ ശേഷം, അതായത് ഓരോന്നിനും ഉള്ള പിഴത്തുകയും അടച്ച് ഇത് കംപ്ലീറ്റ് ആക്കിയ ശേഷം ജീവപര്യന്തം അനുഭവിക്കണം. ഇതിലെ പ്രതി വേലുക്കുട്ടി, അതായത് ഈ സംഭവത്തിലെ 1-ാം പ്രതിയായിട്ടുള്ള വേലുക്കുട്ടി, അദ്ദേഹത്തിന് ഇന്ന് 67 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ 67 വയസ്സ് പ്രായമുള്ള ഒരാൾ ഇത്രയധികം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിഭീകരമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിലാണ് കോടതി ഇതിനെ പരിഗണിച്ചത്. രണ്ടാമത്തത് മകൻ അനിൽകുമാറിന് ഇപ്പോൾ 41 വയസ്സ് പ്രായമുണ്ട്. ഇയാൾക്കും ഒരു നല്ല പ്രായം എത്താതെ ഈ മേൽക്കോടതിയിൽ അപ്പീൽ നൽകി ശിക്ഷ ഇളവൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പ്രായമൊക്കെ തന്നെ ജയിലിൽ കഴിയേണ്ടി വരും. ഇനി ഈ സംഭവത്തിലേക്ക് വരാം. 2014 ഏപ്രിൽ 1 അന്നേ ദിവസം ഈ നടന്നു പോവുകയായിരുന്നു. ഇവരുടെ വീടിന് പരിസരത്ത് കൂടി, അതായത് വേൽക്കുട്ടിയുടെയും മകൻ അനിൽകുമാറിൻ്റെയും വീടിന് സമീപത്തു കൂടി നടന്നു പോകുന്ന 2 യുവാക്കൾ, ഒന്ന് റബീഷ്, 2 ശോഭിത്, ഈ 2 പേരാണ് നടന്നു പോകുന്നത്. ഈ 2 പേരെ ഈ സംഘം അവരോട് തർക്കിക്കുകയും ഏറ്റുമുട്ടുകയുമായിരുന്നു. അച്ഛനും മകനും ഈ വേലുക്കുട്ടിയും അനിൽകുമാറും ചേർന്ന്. ഇവരുടെ കയ്യിൽ അരിവാളുണ്ടായിരുന്നു. ഈ അരിവാൾ ഉപയോഗിച്ചാണ് ഈ യുവാക്കൾക്ക് നേരെ ആക്രമണം ഈ 2 പേരും കൂടെ ചേർന്ന് നടത്തിയത്. ഇത് പോരാഞ്ഞത് അവിടെ കിടന്ന വടി എടുത്ത് ഉപയോഗിച്ചു. മാരകമായിട്ടുള്ള ഉപദ്രവം, ചവിട്ടിയും അടിച്ചും ഈ 2 പേരെയും മാരകമായി മർദ്ദിക്കുകയുണ്ടായി. ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ റബീഷിനെയും ഈ ശോഭിതിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ശോഭിതിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ഒരു തർക്കമാണ്. ഈ യുവാവിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള ഒരു തർക്കത്തിലാണ്, സാധാരണ ഒരു തർക്കം, കുടുംബം, അതെ, അയൽവാസികളാണല്ലോ, അയൽവാസികൾ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്രയും വലിയൊരു അക്രമത്തിലേക്ക് അന്ന് കടന്നുപോയത്. അങ്ങനെ ഈ റബീഷിനെ ചികിത്സയിലിരിക്കെ റബീഷിൻ്റെ ആരോഗ്യനില വഷളാവുകയും അയാളുടെ മരണം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ശോഭിത് ഈ അക്രമത്തിൽ നിന്നൊക്കെ പരിക്കുകളൊക്കെ ഭേദമായി തിരികെ വന്നെങ്കിലും ഇയാളൊരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അതായത് 2ാമത്തെ ആളായിട്ടുള്ള ഈ ശോഭിതും കൊല്ലപ്പെട്ടു. കേസിലെ പ്രധാന സാക്ഷി കൂടിയായി. കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. ഇത് പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെ. ഈ കേസിൻ്റെ വിചാരണാ ഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശോഭിതിൻ്റെ വാഹനാപകടത്തിലെ മരണമായിരുന്നു. ഇതോടുകൂടി ദൃക്സാക്ഷി ഈ കേസിൽ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ പ്രോസിക്യൂഷൻ മറ്റ് സാക്ഷികളെ ഇതിൽ ചേർത്തിരുന്നു. മറ്റ് സാക്ഷികളെന്ന് പറയുമ്പോൾ ആ സമീപവാസികളായിട്ടുള്ള കുറച്ച് പേർ, ഇവർ ഈ യുവാക്കളുടെ നിലവിളി കേട്ടുകൊണ്ട് സ്ഥലത്തേക്ക് ഓടി വന്നവരാണ്. ഈ ഓടി വന്നവരാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ ഓടി വന്നവർ കോടതിയിൽ സാക്ഷി പറയാൻ തയ്യാറായി. ഇതാണ് കേസിൻ്റെ ഒരു മെറിറ്റ്, കേസിൻ്റെ ഒരു പ്രത്യേകത. കേസിൽ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ള, അതായത് പ്രധാനപ്പെട്ട സാക്ഷി കൂടി കൊല്ലപ്പെട്ടതോടുകൂടി വിചാരണാ ഘട്ടത്തിലാണ് കൊല്ലപ്പെടുന്നത്, വാഹനാപകടത്തിൽ. അതോടുകൂടി പ്രധാനപ്പെട്ട സാക്ഷിയെ നഷ്ടപ്പെട്ട ഒരു കേസായി ഇതിനെ പരിഗണിക്കുന്ന രീതി എത്തിയപ്പോൾ ബാക്കിയുള്ള സാക്ഷികൾ ഉറച്ചു നിൽക്കുകയും അവർ ഈ കൊലപാതകം കണ്ടു, ഞങ്ങൾ ഓടി വന്നാണ് ഈ യുവാക്കളെ രക്ഷിച്ചതെന്ന് കോടതിയിൽ മൊഴി പറയാൻ സാക്ഷികൾ തയ്യാറാവുകയും ചെയ്തു. ഇതോടുകൂടി കേസ് സ്ട്രോങ് ആയി. കോടതിയിൽ സ്ട്രോങ് ആയി നിൽക്കാൻ പ്രോസിക്യൂഷനെ കൊണ്ട് സാധിച്ചു. അതാണ് ഇത്രയും വലിയ ഒരു ശിക്ഷാവിധി ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ കേസിൻ്റെ വിചാരണാഘട്ടം നടക്കുന്നതിന് ഇടെ ഈ വേലുക്കുട്ടി സ്ഥലത്ത് നിന്നും മുങ്ങിയ ഇയാൾ കർണാടകയിലേക്ക്, അതായത് പ്രോസിക്യൂഷൻ്റെ
സാക്ഷികളൊക്കെ സ്ട്രോങ് ആണ്, കേസിലെ വിധി തങ്ങൾക്കെതിരാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി പിതാവായിട്ടുള്ള വേലുക്കുട്ടി ഈ സ്ഥലത്ത് നിന്നും മുങ്ങുകയും ഇയാൾ ഇവിടെ നിന്നും കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ രഹസ്യവിവരം ലഭിച്ച പോലീസ് സംഘം നിലമ്പൂരിൽ വെച്ച് ഇയാളെ പിടികൂടുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുകയായിരുന്നു. ഇതും പ്രോസിക്യൂഷൻ്റെ ഒരു വാദമായിരുന്നു. പ്രതി രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വിചാരണ വേഗത്തിലാക്കണം. അതൊരു പ്രധാനപ്പെട്ട ഒരു വാദമാണ്. പ്രതി മുങ്ങാൻ ശ്രമിക്കുന്നു. ഈ ഘട്ടത്തിൽ വിചാരണ വേഗത്തിലാക്കി നടപടികൾ പൂർത്തീകരിക്കാൻ പ്രോസിക്യൂഷന് ആവശ്യപ്പെടാൻ പറ്റും. ആ രീതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഈ കൊലപാതകത്തിൻ്റെ ശിക്ഷാവിധി വരികയും ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു സമീപ ഭാവിയിൽ വന്നിട്ടുള്ള വിധികളിൽ ഏറ്റവും കടുത്ത ശിക്ഷയാണ് ഇവർക്ക് വിധിച്ചിരിക്കുന്നത്. ഇവർ കോടതിയിൽ പറഞ്ഞൊരു കാര്യം, പ്രായാധിക്യവും രോഗങ്ങളും ഒക്കെ തന്നെ ഈ പിതാവ് പറയുകയുണ്ടായി. പക്ഷേ അതൊന്നും തന്നെ കോടതിയിലെ വാദത്തിൽ കണക്കിലെടുത്തില്ല. കാരണം നിങ്ങൾ ചെയ്ത ക്രൂരത അങ്ങേയറ്റമായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഒരു വിലയിരുത്തലുണ്ടായത്. മാത്രമല്ല, ഒരു അക്രമ സംഭവത്തിൽ ഉണ്ടാകുമ്പോൾ ആ അക്രമ സംഭവത്തിൽ നിൽക്കുന്ന മകനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ട പിതാവ് അക്രമ സംഭവത്തിന് ഒപ്പം നിന്ന് മറ്റൊരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയും അക്രമം നടത്തുകയും ചെയ്തു. അത് നല്ല ഒരു കീഴ്വഴക്കമല്ല. അത്തരം ഒരു കീഴ്വഴക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോടതി വിധി എന്താകും? ഈ മറ്റ് ക്രൈം കേസുകൾക്ക് ഒരു പ്രചോദനമാകും. അച്ഛനും മകനും ചേർന്ന് നടത്തിയ കൊലപാതകമെന്ന് തന്നെയാണ് കോടതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നൊരു നിലപാട് അഡീഷണൽ സെഷൻസ് കോടതി എടുത്തു. ഇത്തരത്തിൽ മകനും അച്ഛനും ചേർന്ന് മറ്റുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന രീതി അത് പാടില്ല. അത് അപൂർവമായിട്ട് ഇങ്ങനെ സംഭവിക്കാറുള്ളൂ, മകനും അച്ഛനും ഒരുമിച്ച് പ്രതിയാകുന്നത്. സാധാരണ അച്ഛൻ മകനെ കൊലപ്പെടുത്തി, മകൻ അച്ഛനെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എന്നൊക്കെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്, ഇടയ്ക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. പക്ഷേ രണ്ടുപേരും ചേർന്ന് മറ്റുള്ളവരെ കൊലപ്പെടുത്തുക എന്നുള്ള രീതി അങ്ങനെ അധികമായി വരാറില്ല. പ്രത്യേകിച്ച് ഈ പ്രായ പരിധി ഉള്ള ഒരാൾ, ഇത്രയും പ്രായമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ മകൻ്റെ ചെയ്തിക്ക് ഒപ്പം നിൽക്കുക, മറ്റു ചെറുപ്പക്കാരെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക എന്നുള്ളതൊക്കെ. എനിക്ക് തോന്നുന്നു ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ 2 3 തവണ മാത്രമേ ഈ മരണപ്പെട്ട ശോഭിതിന് കോടതിയിലേക്ക് ഹാജരാകാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഓർമ്മ. അങ്ങനെ ഒരു കഥ മുൻപ് മാധ്യമപ്രവർത്തകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനിടെ ഇദ്ദേഹം വാഹനാപകടത്തിൽ മരണപ്പെടുകയായിരുന്നു എന്ന് മുമ്പ് മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുള്ള ഒരു കഥ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്തരം അക്രമ സംഭവങ്ങൾ ഈ അച്ഛനും മകനും ചേർന്ന്, ഞാൻ പറഞ്ഞില്ല, അപൂർവമായി സംഭവിക്കുന്ന ക്രൈമാണ്. പക്ഷേ നമ്മൾ ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, മകൻ അച്ഛനെ കൊന്നു അല്ലെ അച്ഛൻ മകനെ കൊന്നു എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 കേസ് നമ്മുടെ മുന്നിൽ വരും. ഗൂഗിൾ നമുക്കൊരു 10,000 കേസിനെ കുറിച്ച് പറഞ്ഞു തരും. കേരളത്തിൽ മാത്രം കാണും ഒരു 500 കേസുകൾ, കഴിഞ്ഞ കുറേ കാലഘട്ടത്തിലെ പഴയ കേസുകൾ. പക്ഷേ ഇത് അപൂർവമായിട്ട് പരിഗണിക്കപ്പെടുന്ന കേസായിരുന്നു. അപൂർവമായിട്ടുള്ള വാദമായിരിക്കാം ഒരു പക്ഷേ കോടതിയിൽ വന്നത്. കാരണം ഇത്തരത്തിലാണല്ലോ പ്രതികളുടെ രീതി. അതുകൊണ്ട് ഇവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ഒരുപക്ഷെ കോടതികളിൽ അപ്പീലിന് പോകാൻ സാധിക്കും. അപ്പീലിന് തീർച്ചയായും പോകാൻ സാധിക്കും. അപ്പീലിന് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടമുണ്ടല്ലോ, അതായത് ഇത്രയും വലിയ ശിക്ഷാവിധി ആയതുകൊണ്ട് തന്നെ ഇവർ അപ്പീൽ പരിഗണിക്കുന്നതിന് ഒരു സമയപരിധി ഉണ്ടാകും. ഹൈക്കോടതി ഇതിന് ലിസ്റ്റ് ചെയ്യാൻ, ഇനി ഹൈക്കോടതിയിൽ നിന്നാണല്ലോ ഒരു അപ്പീൽ കിട്ടേണ്ടത്. ഹൈക്കോടതി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കേസുകൾ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പീൽ ആവശ്യവുമായി വന്നിരിക്കുന്ന ഒരുപാട് ഹർജികൾ വന്ന് കിടപ്പുണ്ട്, ധാരാളം ഹർജികൾ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെയൊക്കെ ലിസ്റ്റ് അതിൻ്റെ ഒരു മെറിറ്റ് അനുസരിച്ച് പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഇത് പരിഗണിക്കുക. ഏതായാലും ദീർഘകാലം ജയിലിൽ കഴിയേണ്ട രീതിയിൽ തന്നെയാണ്, ശക്തമായൊരു വിധിയാണ് ജഡ്ജ് TK മിനിമോൾ ഈ കേസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി.